എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് അടുത്ത ആഴ്ചയിലേക്കുള്ള അല്ലെങ്കിൽ വരും ദിവസങ്ങളിലേക്കുള്ള 4 അപ്സൈഡ് മൊമെന്റത്തിന് ചാൻസ് ഉള്ള 4 ഷെയർസിനെ കുറിച്ചാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ഷെയർ നമുക്ക് പനാസിയ ബയോടെക് എന്ന് പറയുന്നതാണ്. 192 രൂപ 10 പൈസയാണ് കറന്റ് മാർക്കറ്റ് പ്രൈസ്. പനാസിയ ബയോടെക്കിന്റെ ഇൻട്രാഡേ ചാർട്ടാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നത്. നമുക്കിതിൽ ചാർട്ടിൽ നോക്കിയാൽ തന്നെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഷെയർ നിൽക്കുന്നത് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടാണ്. ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഇതിനൊരു സപ്പോർട്ടുണ്ട്. ഏകദേശം 150ലാണ് ഒരു മേജർ സപ്പോർട്ട് വരുന്നത്. ബ്രേക്ക് ഔട്ട് ചെയ്തു. ഇനി അടുത്തൊരു വേറൊരു സപ്പോർട്ട് പോയിന്റ് വേണമെങ്കിൽ നമുക്ക് 170ലും ഒരു സപ്പോർട്ട് എടുക്കാം. അപ്പം ഈ റേഞ്ചിനുള്ളിൽ ഏകദേശം ഒരു 4 മാസത്തോളമായി ട്രേഡ് ചെയ്യും. 4 മാസം, അതായത് 30 രൂപ, വെറും 30 രൂപ റേഞ്ചിലിടരുത്. ഇത് 150 റേഞ്ച്, ഇത് 180. അപ്പോൾ ഈ 30 രൂപ റേഞ്ചിലാണ് ഇതൊരു 4 മാസം ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് നിൽക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കൊരു അപ്സൈഡ് ഇതിൽ പ്രതീക്ഷിക്കാം. പക്ഷേ അതിന് സപ്പോർട്ട് പോയിന്റ് 170ഉം 150ഉമായിട്ട് നമ്മൾ നിജപ്പെടുത്തേണ്ടതായിട്ട് വരും. അടുത്ത നമ്മുടെ ഷെയറാണ് കോസ്റ്റൽ കോർപ്പറേഷൻ. 314 രൂപയുടെ ഇപ്പോൾ റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോസ്റ്റൽ കോർപ്പറേഷൻ നമ്മളിപ്പോൾ ചാർട്ട് കാണുന്നത് കോസ്റ്റൽ കോർപ്പറേഷൻ്റെ ഇൻട്രാഡേ ചാർട്ടാണ്. ഈ ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഈ റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്നത്. അതുകൂടാതെ ഈ റേഞ്ചിൽ ഒരു 6 മാസത്തോളം അല്ലെങ്കിൽ 7 മാസത്തോളം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റേഞ്ചിൽ, ഈ ചെറിയ റേഞ്ചിൽ ഒരു 60 രൂപ റേഞ്ചാണിത്. ഈ റേഞ്ച് 60 രൂപയുടെ, വെറും 60 രൂപയുടെ ഈ റേഞ്ചിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഈ റേഞ്ചാണ് ബ്രേക്ക് ഔട്ട് ചെയ്തത്. ആ ബ്രേക്ക് ഔട്ട് വെറുതെ ഉള്ള ബ്രേക്ക് ഔട്ട് അല്ല, വിത്ത് വോളിയത്തോടുകൂടി ബ്രേക്ക് ഔട്ടാണ്. ഇവിടെയും ബ്രേക്ക് ഔട്ട് സംഭവിച്ചത് വോളിയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യാതെ ഇവിടെ നിന്നിരുന്നത്. 240 റേഞ്ച് ബ്രേക്ക് ചെയ്യാതെ ഇവിടെ നിന്നിരുന്നത്. അപ്പോൾ ഇനിയും ഇതൊരു അപ്സൈഡ് മൊമെന്റ് കാണിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇതാണ് മേജർ ഒരു സപ്പോർട്ട് പോയിന്റ് വരുന്നത്, ഒരു 240ഉം നമുക്ക് അടുത്തൊരു സപ്പോർട്ട് പോയിന്റ് വരുന്നത് ഇവിടെയാണ്. ഈ റേഞ്ചിന്റെ ഇവിടെ 280. നമുക്കിത് ഇൻട്രാഡേ ചാർട്ട് നോക്കുമ്പോഴാണ് ഇത്രയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ 280 ഒരു സപ്പോർട്ടും പിന്നെ അടുത്ത സപ്പോർട്ട് 240 ഉണ്ട്. നമ്മൾ കോസ്റ്റൽ കോർപ്പറേഷന്റെ വീക്കിലി ചാർട്ടിലേക്ക് ഇപ്പോൾ മാറി. നമ്മൾ ഈ വീക്കിലി ചാർട്ട് എടുത്ത് നോക്കിയാൽ എന്തൊക്കെയായിരിക്കും ഇതിൽ കാണാം. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കും, ഒരു മിനിറ്റ്. എന്തൊക്കെയാണ് ഈ കോസ്റ്റൽ കോർപ്പറേഷൻ്റെ ചാർട്ടിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നമുക്കൊരു സ്വിംഗ് ട്രേഡിന് സ്റ്റോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ആ ചാർട്ടിൽ എന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് കണ്ടെത്തണം. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് കണ്ടെത്താൻ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തു. വെറുതെ ബ്രേക്ക് ഔട്ട് ചെയ്തതല്ല, വിത്ത് വോളിയത്തോട് ബ്രേക്ക് ഔട്ട് ചെയ്തു ഈ ട്രെൻഡിൽ. അതൊന്നാമത്തെ കാര്യം. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട്. ആ ബ്രേക്ക് ഔട്ട് ചെയ്തത് നല്ലൊരു ബ്രേക്ക് ഔട്ട്. അതുകൊണ്ടാണ് ആ ബ്രേക്ക് ഔട്ട് ചെയ്തത് കൊണ്ട് ഫാള് ആയിട്ടില്ല. 230 ആണ് അതിൻ്റെ റേഞ്ച്. എന്നിട്ട് ഒരു ബോക്സ് ഡപ്പ് ഇവിടെ വരുവാണ്. അതിനുള്ളിൽ ട്രേഡ് ചെയ്തിട്ട് വീണ്ടും അത് ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് എന്തൊക്കെയാണ് അടുത്ത പാരാമീറ്റേഴ്സ് നമുക്ക് നോക്കാം. നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു റേഞ്ച്, ഇവിടെ ഒരു സോൺ, ഇവിടെ ഒരു സോൺ. ഈ സോൺ തന്നെയല്ലേ ഇവിടെയും വന്നിരിക്കുന്നത്. ഈ സോൺ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ റേഞ്ച് കണ്ട 250 240 ഈ റേഞ്ച്, ഒരു സോൺ. അപ്പോൾ ഈ സോൺ ഒരു മേജർ സോൺ തന്നെയാണ്. ഈ സോൺ ഒരു മേജർ സോണാണ്.
ഈ സോൺ ഒരു മേജർ സോൺ തന്നെയാണ്. ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെ ഈ സോൺ ടച്ച് ചെയ്തിട്ടാണ് കയറി പോയത്. ഇവിടെ ഈ സോൺ ടച്ച് ചെയ്തിട്ടാണ്. ഇവിടെ ഈ സോണിൻ്റെ അവിടെ ട്രേഡ് ചെയ്യാൻ കുറച്ച് നാൾ വന്നു, അത് കയറാനായിട്ട് പറ്റില്ല, വീണ്ടും താഴ്ന്നു. ഇവിടെ ഈ സോൺ ബ്രേക്ക് ചെയ്തപ്പോൾ കയറിപ്പോയി, വീണ്ടും ഈ സോൺ തന്നെ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നു. ഈ സോൺ ഇതൊരു മേജർ സോണാണ്. ആ സോൺ 225ഉം 230ഉം ആ റേഞ്ചിലുള്ള സോൺ. ഇനി അടുത്തൊരു മേജർ സോൺ എന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു സോൺ ഉണ്ടായിരുന്നു. ആ സോൺ ഇവിടെ ബ്രേക്ക് ചെയ്ത് പോയി, വീണ്ടും ഇവിടെ കുറച്ച് നേരം ട്രേഡ് ചെയ്ത് ഇവിടെ വീണ്ടും താഴ്ന്നു ആ സോൺ. ഇപ്പം ഈ സോണിൻ്റെ അവിടെ ഒരു ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് 314 റേഞ്ചിൽ ഉണ്ടോ ഇവിടെ ഒരു സോൺ. അപ്പോൾ ഇത്രയുമാണ് നമുക്കൊരു വീക്കിലി വ്യൂ ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഈ സോൺ മിക്കവാറും ബ്രേക്ക് ഔട്ട് ചെയ്യാനായിട്ട് സാധ്യത. ബ്രേക്ക് ഔട്ട് ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 375 റേഞ്ചിൽ വരെ ഇത് എത്താനായിട്ട് സാധിക്കേണ്ട. ഈ റേഞ്ച് വരെ മിക്കവാറും 375, ഈ റേഞ്ച് വരെ മിക്കവാറും ഇത് എത്താനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് കോസ്റ്റൽ കോർപ്പറേഷൻ്റെ വീക്കിലി ചാർട്ടിലെ വ്യൂ. ഇനി നമുക്ക് അടുത്ത ഷെയറിലേക്ക് പോകാം. നമുക്ക് അടുത്ത ഷെയറാണ് KCP ലിമിറ്റഡ്. 181 രൂപയുടെ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. KCP ലിമിറ്റഡ് 181 രൂപ കറണ്ട് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് KCP ലിമിറ്റഡിൻ്റെ നമ്മളെ ഇൻട്രാഡേ ചാർട്ട്. ഈ ചാർട്ടിൽ നമുക്ക് ഇവിടെ നോക്കിയാലാണ് ഒരു ചാനലിൻ്റെ ഉള്ളിലാണ് ഒരു ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഒരു ചാനലിൻ്റെ ഉള്ളിലായിരുന്നു. ഈ ചാനലാണ് ബ്രേക്ക് ഔട്ട് ചെയ്തത്, വിത്ത് വോളിയത്തോട് ബ്രേക്ക് ഔട്ട്. ഇവിടെ ഈ റേഞ്ചിൽ നല്ല വോളിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നോക്കിയാലാണ് ഇവിടെ ഒന്നും നോ വോളിയം അല്ല, ഇവിടെ ഒന്നും ഇവിടെ നല്ല വോളിയം ഉണ്ട്, ഗുഡ് വോളിയം ഇവിടെ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അപ്പ് സൈഡിൽ കയറിയപ്പോൾ ഈ അപ്പ് സൈഡിൻ്റെ അവിടെ നല്ല വോളിയം ഉണ്ട്, അതായത് നല്ല വോളിയത്തോടുകൂടി കയറുമ്പോൾ അത് ആ കയറ്റം നല്ലൊരു കയറ്റമാണ്. ഇനി ഇതിൻ്റെ നമുക്ക് വീക്കിലി ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ വീക്കിലി ഒരു മേജർ റെസിസ്റ്റൻസ് കൂടി ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ഔട്ട്. ഇവിടെ 170 പോയിന്റിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് വിത്ത് വോളിയം, ഇത്രയും വോളിയം ഈ സമീപകാലത്തൊന്നും വന്നിട്ടില്ല, നല്ല വോളിയം. അപ്പോൾ വോളിയത്തോടു കൂടിയാണ് ഈ KCP ലിമിറ്റഡ് എന്ന കമ്പനി കയറിയിട്ടുള്ളത്. നമ്മൾ അടുത്ത ഷെയറാണ് ആരതി സർഫാക്റ്റൻസ്. 729 രൂപയുടെ കറണ്ട് മാർക്കറ്റ് റേറ്റ് നടക്കുന്നത്. ആരതി സർഫാക്റ്റൻസ് കുറേ നാളായിട്ട് 700നും 550ൻ്റെ ഇടയിൽ ഈ റേഞ്ചിനുള്ളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാസങ്ങളായിട്ട് ഈ റേഞ്ചിനുള്ളിൽ, ഈ റേഞ്ചാണ് ബ്രേക്ക് ഔട്ട്. വെറുതെ ബ്രേക്ക് ഔട്ട് ചെയ്താൽ വിത്ത് വോളിയത്തോടുണ്ട്. ഇവിടെയൊക്കെ നല്ല വോളിയം ക്രിയേറ്റഡ്. ഇതാണ് ആരതി സർഫാക്റ്റൻസിൻ്റെ ഇൻട്രാഡേ ചാർട്ട് കാണുന്നത്. ആ ചാർട്ട് ഒന്ന് ചെറുതാക്കി നോക്കിയാൽ കാണാൻ കഴിയും നമുക്ക്. ഇവിടെ ഒരു ഡൗൺ ട്രെൻഡ് ആണ്. ആ ഡൗൺ ട്രെൻഡ് വിത്ത് വോളിയത്തോട് കയറിയിട്ട് പിന്നെ അത് ആ റേഞ്ചാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. വീണ്ടും വോളിയത്തോടു കൂടിയാണ് കയറിയത്. ഇനി ഇതിൻ്റെ വീക്കിലി വ്യൂ നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതാണ് ആരതി സർഫാക്റ്റൻസിൻ്റെ വീക്കിലി വ്യൂ. ഈ വീക്കിലി വ്യൂവിൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാനായിട്ട് ഇവിടെ ഒരു നമ്മളിവിടെ ട്രെൻഡ് ലൈൻ വരച്ചു കൊടുത്താൽ ആ ട്രെൻഡ് ലൈനാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. അതുകൂടാതെ അവിടെ ഒരു നമ്മൾ നേരത്തെ ഇൻട്രാഡേയിൽ കണ്ടത് ചാർട്ട് തന്നെയാണ് ഇവിടെ കാണാനുള്ളത്. അതായത് ആ റേഞ്ചിനുള്ളിൽ ആ ഒരു ബോക്സ് ടൈപ്പ് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ടാണ് അത് കയറിപ്പോയിട്ട് വിത്ത് വോളിയത്തോടുകൂടി. ഇത്രയും വോളിയം എടുത്തു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, ഒരു 3 വർഷത്തിനിടയിൽ ഇത്രയും വോളിയം ഇതേവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇത്രയും ഹ്യൂജ് വോളിയം ഇത് വീക്കിലി ചാർട്ടാണ്. ഇത്രയും വോളിയം 3 വർഷത്തിനിടയിൽ ഇത്രയും വോളിയം ഒന്നും ഉണ്ടായിട്ടില്ല. വോളിയത്തോട്ട് ബ്രേക്ക് ഔട്ട് ചെയ്തു. നമുക്ക് അടുത്ത മേജർ ഒരു സപ്പോർട്ട് തന്നെ എടുക്കുമ്പോൾ ഇതിൽ തന്നെയാണ് വരാം. ഏകദേശം വീക്കിലി എടുക്കും 600 പോയിന്റിലാണ് മേജർ സപ്പോർട്ട് പോയിന്റ് വരാം. സപ്പോർട്ട് 600 പോയിന്റിൽ തന്നെയാണ് വരാം. ഒരു ദിവസങ്ങളിൽ നമുക്ക് ഇത് കയറും. പക്ഷേ ഇത് വീക്കിലി വ്യൂ ആയതുകൊണ്ട് ഇത് അങ്ങനെ പെട്ടെന്നൊന്നും എടുക്കാറില്ല. ക്ഷമയോടെ കാത്തിരിക്കാൻ നിർത്തിയുള്ളൂ, പയ്യെ കയറുള്ളൂ ഇത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ നോക്കിയ ഒരു
4 ഷെയർസ് അടുത്ത വരും ആഴ്ചകളിൽ വാച്ച് ചെയ്യേണ്ട 4 ഷെയർ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.